ഹായ് ഓൾ, എല്ലാവർക്കും എജൂസാറ്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഓൾറെഡി ഇത് കണ്ടു കാണും അപ്ഡേഷൻ എന്തുവാണെന്നുള്ളത്. നിങ്ങളുടെ +1 റിസൾട്ട് 2026 വരാൻ പോവുകയാണ്. ആദ്യമേ ജൂലൈ 15-ാം തീയതി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ജൂലൈ 15-ാം തീയതി വന്നില്ല. കാര്യം നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സും അതിൻ്റെ വാല്യുവേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ കാരണം നടന്നില്ല. അപ്പോൾ അടുത്ത ഡേറ്റ് വന്നിരിക്കുകയാണ്. ഡേറ്റ് ഇതാണ്, ജൂലൈ 17-ാം തീയതി, അതായത് നാളെ നമ്മുടെ +1 റിസൾട്ട് വരികയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് എന്തൊക്കെയാണെന്നും അതിൽ മാർക്ക് എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റും. റിസൾട്ട് എന്ത് വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം മക്കളെ കാണുക, നെഗറ്റീവായിട്ട് ആരും കാണരുത്. ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ തന്നെയും കുട്ടികളാണെങ്കിൽ തന്നെയും അവർക്ക് ചിലപ്പം ചില സബ്ജക്റ്റിൽ പോരായ്മകൾ വന്നിട്ടുണ്ടായിരിക്കാം. ചില പരീക്ഷകൾ കുറച്ച് കട്ടിയൊക്കെ ആയിരുന്നു +1 അല്ലെന്ന് പറയുന്നില്ല. കാരണം കേരള സിലബസിൽ നിന്നും SCERT എന്ന സിലബസ് പഠിച്ചു NCERT കടന്നു വന്ന മക്കളാണ് ഓരോരുത്തരും. അവർക്ക് ചില പോരായ്മകളോട് വന്നിട്ടുണ്ടായിരിക്കാം. ആ +1 അറിഞ്ഞു വരാനുള്ള താമസം ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് മാർക്ക് എന്താണെങ്കിലും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം പരിഗണിക്കുക. ആരും ടെൻഷൻ അടിക്കുകയോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ എഴുതിയിട്ടുള്ള കാര്യത്തിന് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ടാ. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പോലെ മാർച്ചിലല്ല, ഈ വട്ടം നേരത്തെ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് എക്സാം കാണുമെന്നാണ് വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് 3 സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ വലുതായിട്ട് വിഷമിക്കേണ്ട. പിന്നെ ആ സമയത്ത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ +1 റിസൾട്ട് വരുമ്പോഴും ഇമ്പ്രൂവ്മെന്റ് എക്സാം നടക്കുന്ന സമയങ്ങളും +2 മറന്നു പോകരുത് മാത്രമേ ഉള്ളൂ. +2 കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം എന്നൊരു ടെൻഡൻസി കൂടെ മനസ്സിൽ വെച്ചേക്കുക. എന്തായാലും പോസിറ്റീവായിട്ട് മാത്രം കൊണ്ടുപോവുക. നിങ്ങൾക്ക് പക്കയായ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് +2 ഓണം എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട എക്സാം ട്രാക്കിംഗ് ട്രിക്കുകളൊക്കെയാണ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.